ഹലോ നമസ്കാരം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ചെറിയ ട്രക്കിങ്ങിന് പോവുകയാണ്. നാട്ടിലേക്കാണ്. ചെന്നൈയിൽ നിന്ന് നാട്ടിൽ പോയിട്ട് അഗസ്ത്യാർകൂടം പോകാമെന്നുള്ളൊരു ഐഡിയയിലാണ്. കാര്യം കഴിഞ്ഞ 1-2 വർഷമായിട്ട് പ്ലാനിങ്ങിലുണ്ടായിരുന്നെങ്കിലും ഇത് ഈ ഓൺലൈനിൽ കൂടെയാണ് ഇതിൻ്റെ സ്ലോട്ട് അവൈലബിൾ ആവുന്നത്. കഴിഞ്ഞ വർഷം ഓൺലൈനിൽ നോക്കിയെങ്കിലും പെട്ടെന്ന് ഫില്ലായിപ്പോയി, അതുകൊണ്ട് കിട്ടിയില്ല. ഈ വർഷം ജനുവരിയിൽ ഒരു ഫേസ്, ഫെബ്രുവരിയിൽ വേറൊരു ഫേസ്, അങ്ങനെ 2 ഫേസായിട്ടാണ്. ജനുവരിയിൽ കുറച്ച് തിരക്കായത് കാരണം പ്ലാൻ നടന്നില്ല. അപ്പോൾ ഫെബ്രുവരി 1 മുതൽ 11 വരെയുള്ള ആ ഫേസിലേക്ക് ഓൺലൈൻ റിസർവേഷൻ ഓപ്പൺ ആയത് ജനുവരി 23-നാണ്. രാവിലെ 11 മണിക്ക് ഓപ്പണായി. 10:45 തന്നെ ലോഗിൻ ചെയ്ത് ഇടയ്ക്ക് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 11 കഴിഞ്ഞപ്പോൾ തന്നെ അതുകൊണ്ട് എൻ്ററായി പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു. 11th ലാസ്റ്റ് ഡേക്കാണ് എടുത്ത്. ഫെബ്രുവരി 1 തൊട്ട് 11 വരെയുള്ള ദിവസങ്ങളിൽ ഡെയിലി 100 പേർക്കാണ് ടിക്കറ്റ് കിട്ടുന്നത്. ഈ വർഷത്തെ സീസണൽ ട്രക്കിൻ്റെ ലാസ്റ്റ് ഡേ എന്നുള്ളത് 11-ാം തീയതി ആയിരുന്നു. അപ്പോൾ 11-ാം തീയതിയിലേക്ക് ബുക്ക് ചെയ്തു. 3000 രൂപയാണ് ഒരാൾക്കുള്ള ഫീസ്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അവിടെ ക്യാൻറ്റീനിൽ നിന്നൊക്കെ മേടിക്കണം. അപ്പോൾ യാത്ര നമ്മൾ ചെന്നൈയിൽ നിന്ന് 9-ാം തീയതി രാത്രി സ്റ്റാർട്ട് ചെയ്തു. ട്രിവാൻഡ്രം മെയിലിന് 10-ാം തീയതി ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് ചെന്നു. KSRTC ബസ് സ്റ്റാൻഡ് തമ്പാനൂർ. ഇവിടുന്ന് എല്ലാ 1 hour ഇടവിട്ട് വണ്ടിയുണ്ട് വിതുരയ്ക്ക് പോകുന്ന വിചാരിച്ചു. വിതുര ചെന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വന്നപാടെ ഒരു പൊറോട്ടയും ബീഫ് ഫ്രൈ അല്ല, ബീഫ് റോസ്റ്റഡ് ഓർഡർ ചെയ്തു. കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു KSRTC ടൗൺ സർവീസ് ബസ് ലാസ്റ്റ് സ്റ്റോപ്പ് വിതുരയാണ്. അപ്പോൾ അത് കിട്ടി. 48 രൂപ ടിക്കറ്റ്, തിരുവനന്തപുരം ടു വിതുര. അപ്പം നമ്മളങ്ങനെ വിതുരയിലെത്തി. ഇന്നിവിടെ കൂടാം. ഇവിടെ ഒരു റൂമുണ്ടെന്ന് പറഞ്ഞു, ശാന്തി കൃഷ്ണ പാലസ് റൂംസ്. അവിടെ പോയി കൂടാം. അപ്പോൾ ഇതാണ് ബേസിക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസപ്ഷനിൽ ആളില്ല, വരുന്നുണ്ടായിരിക്കും. ആൾ വരുന്നൊന്ന് വെയിറ്റ് ചെയ്യുക. 305 ഇതാണ് റൂം. ചെറിയൊരു റൂം, ബേസിക്. ഒരു രാത്രിയിലെ കാര്യമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ബാത്റൂമൊക്കെ ക്ലീനാണ്. കോസ്റ്റിംഗ് സം 800 rupees. കല്ലാർ എക്കോ ടൂറിസം, രോഹിണി ഇൻ്റർനാഷണൽ ഹോട്ടൽ. വിതുരയിലേക്കുള്ളാവുന്നൊരു ഹോട്ടലാണെന്ന് തോന്നുന്നല്ലോ, രോഹിണി ഇൻ്റർനാഷണൽ ഹോട്ടൽ. വൈകിട്ടത്തെ ഡിന്നർ സോർട്ട് ഔട്ട് ചെയ്തു. അൽഫാം ആക്കിയേക്കാന്ന് വിചാരിച്ചൊരു ചെറിയ കാർബ് ലോഡിങ്. അപ്പം അൽഫാം ഡിന്നറിലേക്ക് ഒരുക്കാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ അഗസ്ത്യർകൂടം ട്രക്കിനുള്ള ദിവസം അങ്ങനെ അവസാനം വന്നേക്കുവാണ്. 11-ാം തീയതി, ഇന്ന് 11-ആണ്. 11-ാം തീയതിയാണ് ഈ സീസണിലെ ലാസ്റ്റ് ഡേ. ഇന്നുകൊണ്ട് ലാസ്റ്റ് ബാച്ചും പോവും ഈ സീസണിലുള്ള ട്രക്കിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ലാസ്റ്റ് ഡേ ആണ്. രാവിലെ വിതുര ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നു. 6:30 ബസ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ബസ്സിന് പോവുകയാണെങ്കിൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ എല്ലാം. ഇനി ബസ് ഇല്ലെങ്കിൽ പിന്നെ ബാക്കപ്പ് ഓപ്ഷനായിട്ട് വല്ലോ ഓട്ടോയോ വല്ലോ നോക്കണം. അപ്പോൾ ബസ് കിട്ടി. ബസ് വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് നിർത്തി അവർ ബ്രേക്ക്ഫാസ്റ്റും ചായ കുടിക്കാൻ വേണ്ടി. അപ്പോൾ അവിടുന്ന് നേരത്തെ തന്നെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പണി അങ്ങ് തീർന്നിരിക്കുള്ളൂ. ഇതാണ് ബസ്. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചെറിയൊരു കാന്താരി ചിക്കൻ ഇവിടെ, കുഴപ്പമില്ല. അപ്പം മുട്ടക്കറി. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതാണ് ബസ്. കുറേ പേരുണ്ട് ബസ്സിൽ. ട്രക്കിങ്ങിന് വന്ന കുറേ പേരൊക്കെ ഉണ്ട്. KSRTC ട്രിവാൻഡ്രത്ത് നിന്ന് 5 മണിക്ക്, ഇവിടുന്ന് വിതുരയിൽ 6:30-ക്ക് അങ്ങനെ എത്തിപ്പെട്ടു. ഇവിടെ നിന്നാണ് അകത്തേക്ക് പോകേണ്ടത് ട്രക്കിങ്.
പൊട്ടിപ്പൊളിഞ്ഞ യന്ത്രങ്ങളാണ്. ബോണക്കാട് ഫോറസ്റ്റ്, ബോണക്കാട് ടിക്കറ്റ് സ്റ്റേഷൻ, അവിടെ രജിസ്ട്രേഷൻ, അതിന് തന്നെ ചെറിയൊരു ക്യാൻറ്റീൻ. ഇപ്പോൾ ഫുഡൊക്കെ വേണേൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ പാഴ്സൽ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അവിടെ വന്ന് കഴിക്കാം. അപ്പം നല്ലൊരു ക്രൗഡുണ്ട്. ഓൾമോസ്റ്റ് 100 പേരുടെ ഇത് ഫുള്ളാന്ന് തന്നെ തോന്നുന്നു. ഇതൊക്കെയാണ് ക്യാൻറ്റീൻ വില വിവരം. പ്രഭാത ഭക്ഷണം. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ബാഗ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ട്രക്ക് സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ചെക്കിങ് കഴിഞ്ഞ് ഇങ്ങനെ താഴോട്ടിറങ്ങി ഇതാണ് വഴി. ഇങ്ങനെ വന്നിട്ട് ഇവിടെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. ഇറക്കെല്ലാം പോകാൻ നേരെ ആ വഴിയിലാണ് പോകേണ്ടത്. അപ്പോൾ അഗസ്ത്യാർകൂടം സ്റ്റാർട്ടാവുന്നു. രാവിലെ മണി 9:30 കഴിഞ്ഞു. ഇന്ന് 20 കിലോമീറ്റർ 2-2:30 ആകുമ്പോഴും ചെല്ലാമെന്ന് കരുതുന്നു. നമ്പർ വല്ലതും വിളിക്കുമോ? ഇല്ല, അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഔട്ട്ഡോർ അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ചെറിയൊരു ഒരു ഭാഗത്ത് പാറയുടെ ഭാഗത്ത് BSNL ജിയോ കിട്ടാറുണ്ട്. BSNL എൻ്റെ എൻ്റെ ഉണ്ട്. അവിടെ കിട്ടും. ഒരു ശരി. എന്നാ നോക്കണമല്ലോ. അവിടെയാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്നാലും വീഡിയോ എടുത്ത് വെച്ചേക്കാം. മേഘങ്ങളെല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇപ്പം എത്ര കിലോമീറ്റർ ആയി കാണും ചേട്ടാ അവിടെ നിന്ന് തുടങ്ങിയിട്ട്? എത്ര ദൂരം പോകണം? 4. അപ്പോൾ കുഴപ്പമില്ല. ഒരു മണിക്കൂർ 16. നാളെ ബന്ധമൊക്കെ ആണെങ്കിലുള്ള പ്രശ്നമുള്ളൂ. 12-ാം തീയതി പണി മുടക്കാണെങ്കിൽ നമുക്കും പണി കിട്ടും. ഇടയ്ക്ക് ചെറിയൊരു ഇടത്താവളം. ആൾക്കാർക്ക് 10 മിനിറ്റൊക്കെ ഇരുന്ന് അതിന് കിടങ്ങുണ്ടാക്കിയിട്ടുണ്ട്. ചുറ്റിനും കിടങ്ങുണ്ട്. ആനയൊക്കെ അല്ലല്ല, വേണ്ട അല്ല, ഇത് കിടങ്ങുണ്ടോ? ഇതിന് ചുറ്റും കണ്ടോ കിടങ്ങ്? മൃഗങ്ങളകത്തോട്ട് കയറാതിരിക്കാൻ. ഇവിടെ ആരെങ്കിലും രാത്രി വന്ന് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അതിലിങ്ങനെ ചുറ്റും. ഇപ്പോൾ ആനയ്ക്കൊന്നും അങ്ങനെ ഇങ്ങോട്ട് കയറാൻ പറ്റിയല്ലോ. അതിന് വേണ്ടി കിടങ്ങുണ്ടാക്കിയേക്കുന്നത്. ക്യാമ്പ് 2. ഇനി ഇവിടുന്ന് അഗസ്ത്യാർകൂടം 16.5 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ 4 കിലോമീറ്റർ ആയോ? 22. അത് ശരി, 4 കിലോമീറ്റർ ആയ പോലെ തോന്നിയില്ലോ. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞു. 4 കിലോമീറ്ററും കഴിഞ്ഞു. ഇവിടെ എഴുതിയേക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇനി 14.5 കിലോമീറ്റർ. ഇത് തേനാണ്, കാട്ടുതേനും പിന്നെ കുന്തിരിക്കുമാണ് അവിടെ വച്ചേക്കുന്നത്. ഫോറസ്റ്റ് ഗൈഡ് എന്നൊക്കെ പറയുന്നത് ലോക്കൽ കമ്മ്യൂണിറ്റി എന്നുള്ളവരാണ്. അപ്പോൾ അവരിങ്ങനെ കാട്ടിപ്പോയി ശേഖരിക്കുന്നതാണ്. ഇങ്ങനത്തെ ടൂറിസ്റ്റുകൾക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. കുന്തിരിക്കം ചെറിയ പൊതിക്ക് 100 രൂപ മറ്റുമാണ്. വൻമരങ്ങളൊക്കെ ഉണ്ട് വഴിയിൽ, വലിയ മരങ്ങൾ. അങ്ങനെയൊക്കെയാണ്. ഇലയൊന്നുമില്ലെന്ന്. മുകളിൽ ഇലയാണ്. പാറ കവർന്ന് നേരെ വലിയ മരമാണ്. പാറ കഴിഞ്ഞ് പേര് താഴോട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ക്ഷീണമില്ല. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടിനൊരു കയറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറെ പിടിച്ചങ്ങ് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ അങ്ങ് പോവാം. നല്ല രസമുണ്ട്. ചെറിയൊരു കയറ്റം. വേരുകൾക്കും പാറകൾക്കും ഇടയിലൂടെ ഒരു ചെറിയ കയറ്റം. പക്ഷെ കുഴപ്പമില്ല, കാരണം നല്ല മരങ്ങളെന്നുള്ളതുകൊണ്ട് നിഴലുണ്ട്. തണലത്തോടെ നടക്കുന്ന കാരണം അങ്ങനെ പുകച്ചിലില്ല. സമ്മറാകാത്തതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കയറിപ്പോരാം. പൊക്കോ, ഞാൻ നിങ്ങളെ വീഡിയോ കിട്ടാൻ വേണ്ടി തിരിഞ്ഞു നിന്നേ ഉള്ളൂ. നടന്നോ വീഡിയോ ഓൺ, അതുകൊണ്ട്
റെസ്റ്റ് എടുക്കുക ചെറുതായിട്ട്. അതിന് പറയാനുണ്ടോ? വരുന്ന വഴിയല്ലോ ചോദിച്ചത്. അടുത്തൊരു സ്ട്രീം വാട്ടർ സോഴ്സാണ്. കുപ്പിക്കകത്താലും വെള്ളം ഇച്ചിരി ഇരിപ്പുണ്ടാകുന്നത് തന്നെ ഇവിടെ നിന്ന് എടുക്കണ്ട. എവ്വളോ ಎಂತದು ಸ್ಟ್ರೀಮ್ ಪಕ್ಕಂತ ಅವರು ನೋಟೆ ಲೆಸ್ ದ್ಯಾನ್ 1 ಕಿಲೋಮೀಟರ್. അഗസ്ത്യാർ മലയിലേക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി പേര് വരുന്നുണ്ടല്ലേ. കാരണം ഒരു റിലീജിയസ് സ്ഥലം കൂടെയാണല്ലോ. അതാ അതാ അതുകൊണ്ടായിരിക്കും അടച്ചു വെച്ചേക്കുന്നത്. തേർഡ് ഡേ റിട്ടേൺ ആണോ? തേർഡ് ഡേ റിട്ടേൺ ആണോ? ഇന്നലെ എപ്പോഴാണ് നിങ്ങൾ മുകളിലോട്ട് പോയത്? എത്ര മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ? ആ ലേറ്റ് ആയി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ പോവാം. ഓക്കെ. മുകളിലേക്ക് എത്ര എടുത്ത്? 2 മണിക്കൂർ മതിയോ? അതോ മുകളിൽ കയറി 3 ആ 3 മിനിമം 3 എടുക്കും അല്ലേ? ഓക്കെ. അങ്ങനെ വീണ്ടും മനോഹരമായ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂവിലേക്ക് വരികയാണ്. കുളിക്കേണ്ടവർക്ക് കുളിക്കാം, ഫുഡ് കഴിക്കേണ്ടവർക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം, അതുമല്ലെങ്കിൽ നല്ല 2 ഫോട്ടോ എടുക്കാം. ഒരു ചെറിയ ഇടത്താവളമാണ്. നല്ല തണുപ്പ്, വെള്ളം നല്ല തണുപ്പായിരിക്കും. ഇവിടുന്ന് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ഇനി ഒരു 4 കിലോമീറ്റർ ആണെന്നാണ് തോന്നുന്നത്. അഗസ്ത്യാർകൂടത്തിലേക്ക് 10 കിലോമീറ്റർ എഴുതി വെച്ചേക്കുന്നത്. തണൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് നേരം പുല്ലുമേലാണ്. പുല്ലൊക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇച്ചിരി വെയിലുണ്ട്. കുറച്ച് വെയിൽ കൊണ്ടുകൊണ്ട് കയറാം. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. പുൽമേട്ടിൽ നോക്കുമ്പോൾ ചുറ്റിനും നല്ല വ്യൂ ആണ്. ആ ട്രെയിനിൽ കയറി മുകളിൽ കൂടെ പോയിട്ട് വേണം ഇന്നത്തെ ക്യാമ്പ് സൈറ്റിൽ ചെല്ലാൻ. ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡ് അട്ടയാർ. ഇങ്ങനെ പോയി ആ കാണുന്ന അവിടെ കൂടെ കഴിയണം. നല്ല പുല്ലുമേട് തീരുള്ളൂ. നല്ല കയറ്റമാണല്ലോ അവിടെ നിന്ന് അങ്ങോട്ട്. ഇതാണ് വൈകുന്നേരം രസം. നല്ല കാറ്റും. ഒരു 1 മണിക്കൂർ മതിയോ? മതി. നല്ലൊരു കയറ്റം. പുൽമേട് വീണ്ടും വന്നു.
മനോഹരമായ വ്യൂ പോയിൻ്റാണ്. പുൽമേടിൻ്റെ ഒരറ്റത്ത് നോക്കിയാൽ ഫുള്ള് കാണാം. അങ്ങനെ പുൽമേട് കഴിഞ്ഞ് വലിയൊരു കയറ്റം കയറി മരങ്ങൾക്കിടയിലൂടെ ഇനിയുണ്ട് കുറച്ച് ദൂരം നേരെ മുകളിലോട്ട് പോകണം. ഇങ്ങനെ പോയി ഇതിലേ പോയി ആ വളവ് കഴിഞ്ഞാൽ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം വരുമെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങനെ കയറി ചെറിയ പാറയുടെ കൂടെയുള്ള കയറ്റം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് സ്റ്റീപ്പാണ്. ലാസ്റ്റ് സ്ട്രെച്ചാണെന്ന് തോന്നുന്നു. അങ്ങനെ വീണ്ടും കയറ്റത്തിൻ്റെ ലാസ്റ്റ് സ്ട്രെച്ചാണെന്നാണ് തോന്നുന്നത്. അറിയില്ല, മുകളിൽ ചെന്ന് നോക്കി അറിയാം. ഉണ്ട്. പിന്നെ നമ്മളെനിക്ക് ഇന്നത്തെ ഭാഷയിൽ ഒരു മിഡിലായിട്ടാണ്. ഒരാൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഏതാണ്ട് ക്യാമ്പ് സൈറ്റ് എത്താറായിരിക്കുകയാണ്. അതിരുമല ബേസ് ക്യാമ്പ്. അപ്പോൾ ഇവിടുന്ന് ഇനി അഗസ്ത്യകൂടം നാളെ 6 കിലോമീറ്ററാണ്. ഇവിടെ ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നല്ലോ. ആറ് കിലോമീറ്റർ നാളെ രാവിലെ പോവാം. അപ്പോൾ നമ്മളിങ്ങനെ വന്നു, ബേസ് ക്യാമ്പിൽ കയറി. ഇതാണ് ബേസ് ക്യാമ്പ്. നാളെ പോകേണ്ടതാണ്. അതോ കാണുന്നു, അതാണ് അഗസ്ത്യമല. അപ്പം നല്ല വെയിലുണ്ട് അവിടെ. നാളെ രാവിലെ അതിൻ്റെ മുകളിൽ കയറണം. രാവിലെ ഒരു 9:45 ബോണക്കാട് ഫോറസ്റ്റ് പിക്കപ്പ് പോയിന്റിൽ നിന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വന്നിട്ടൊരു ഉച്ച കഴിഞ്ഞൊരു 3 മണിയോടുകൂടി വന്നു. ശരിക്കും ഒരു 2 മണിക്കുള്ളിൽ വരാമായിരുന്നു. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇച്ചിരി സ്ലോ ആയിട്ടൊക്കെ നടന്നുള്ളൂ. നാളത്തേക്കേ ഉള്ളൂ അഗസ്ത്യകൂടത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ധൃതി കൂട്ടി പോകേണ്ട, അതൊക്കെ റിലാക്സ് ചെയ്ത് ഒന്ന് വാമപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഓൺ ദ വേയിൽ നമ്മുടെ തന്നെ സെയിം പേസിൽ നടക്കുന്ന 2 പേരെ കണ്ടു. അതുകൊണ്ട് പിന്നെ അതൊക്കെ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അതൊക്കെ റിലാക്സ് ആയിട്ട് പോയി. നമ്മൾ ചെന്നപ്പോൾ 3 മണിയായി. തീരെ സ്ലോ ആയിട്ട് വന്നവരൊക്കെ വന്നപ്പോൾ ഓൾമോസ്റ്റ് 6 മണി കഴിഞ്ഞായിരുന്നു ക്യാമ്പിൽ വന്നപ്പോൾ. ഇവിടെയാണ് താമസ സ്ഥലം. പഴയ മിലിറ്ററി പാർക്ക് പോലെ ഉണ്ട്. റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ക്യാൻറ്റീനും ഉണ്ട്. ബേസിക് ഫുഡും കാപ്പി കിട്ടും. ചെറിയ ബജി വട അങ്ങനെയൊക്കെ ഉണ്ടാക്കും അവർ. മെയിനായിട്ടുള്ളത് കഞ്ഞി അല്ലെങ്കിൽ പൂരി അതൊക്കെയാണ്. കാരണം ഉണ്ടാക്കാൻ എളുപ്പം അതാണ്. കാരണം ഇത്രയും ജീപ്പ് വരുന്ന റൂട്ടോ അങ്ങനൊന്നും ഇല്ല. അതുകൊണ്ട് തലച്ചുമടായിട്ട് വേണം സാധനങ്ങൾ എത്തിക്കാൻ. അതുകൊണ്ട് ബേസിക് ഫുഡ് ഓപ്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ. കഞ്ഞി 175, പൂരി കറിയൊക്കെ 150 തോന്നും. കട്ടൻ ചായ കട്ടൻ കാപ്പിയൊക്കെ 20 രൂപ. ആ ഒരു റേഞ്ചാണ്. ക്യാമ്പ് കുഴപ്പമില്ല. ബേസിക് ക്യാമ്പ്, ഡോർമെട്രി. അപ്പോൾ ചെറിയ ബെഡുകളൊക്കെ ഇങ്ങനെ നിലത്തിട്ടേക്കാണ്. ബങ്ക് ബെഡിനുള്ള സൗകര്യം പ്ലാനിങ്ങിലുണ്ടെന്നാണ് കേട്ടത്. 1-2 വർഷം കഴിയുമ്പോൾ അതൊക്കെ ആകുമായിരിക്കും. രാവിലെ കട്ടൻ കാപ്പി റെഡിയാവുന്നുണ്ട്. കട്ടൻ കാപ്പിയുടെ സ്ഥലം. നേരം പരപര വെളുക്കുന്നുണ്ട്. നല്ല മേഘങ്ങളാണ്. ആനയും കരടിയൊക്കെ നോക്കാൻ വഴിയിലുണ്ടോ നോക്കാൻ വേണ്ടി ഗാർഡുകൾ പുറപ്പെടുകയാണ്. വഴിയിലുള്ള ആനയും കരടീനെയൊക്കെ പേടിപ്പിച്ചോടിക്കണം. എന്നാലേ ഉള്ളൂ ട്രക്കിങ് സ്റ്റാർട്ടാവുള്ളൂ. ക്യാമ്പ് സൈറ്റ് രാവിലത്തെ വ്യൂ മേഘമാണ്. മഴകളൊന്നും കാണുന്നുണ്ട്. കാറ്റടിക്കുന്ന കാരണം കുറവുണ്ട്. പൂരി ചന റെഡിയായിട്ടുണ്ട്. അത് കഴിക്കാം.
രാവിലെ എല്ലാവരും റെഡിയാവുന്നു. ട്രക്കിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ട്രക്കിംഗ് സ്റ്റാർട്ടിംഗ് ടൈം. കവർ ചെയ്യാൻ പറ്റും. മാക്സിമം 4 മണിക്കൂർ, 12 മണി വരെയാണ് സമയം. 12 മണി എവിടെയാവുന്നോ അവിടെ ട്രക്കിംഗ് അവസാനിപ്പിച്ച് തിരികെ വരുന്നത്. 12 അവസാനിപ്പിച്ച് തിരികെ വന്നില്ല അവിടെ സ്റ്റാഫ് ഇട്ട് നിങ്ങളെ വിടില്ല. എവിടെ 12 മണിയാവുന്നോ അവിടെ നിങ്ങളെ തിരിച്ചയക്കും. അതുകൊണ്ട് വഴിയിൽ ഫോട്ടോ എടുത്ത് സമയം കളയാണ്ട് മാക്സിമം നേരത്തെ പോകാൻ നോക്കുക. നിങ്ങളുടെ മുമ്പിലും പുറകിലുമായിട്ട് ഗൈഡ് ഉണ്ടാവും. ഈ മുമ്പേ പോകുന്ന ഗൈഡിനെ ചേസ് ചെയ്ത് പോകാണ്ടിരിക്കാൻ നോക്കുക. ആനിമൽസൊക്കെ ഒരുപാടുള്ളതാണ്. വേറെ അപകടങ്ങളൊന്നും വരുത്തി വയ്ക്കാം. നമുക്കൊരു കാഷ്വാലിറ്റി എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടാണ്. അതുകൊണ്ട് മുമ്പ് ഒരുപാട് തവണ വന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് അറിയാം. പുതിയ ആൾക്കാരോടാണ് പറയുന്നത്. യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അഗസ്ത്യാർകൂടം ട്രക്ക് സ്റ്റാർട്ടായി. ആക്ച്വൽ ട്രക്ക് സ്റ്റാർട്ടായല്ലേ, മെയിൻ ട്രക്ക്. നല്ല കയറ്റമാണ്. പാറ എത്തിയില്ല. പാറയ്ക്കെത്തുന്നതിന് മുമ്പുള്ള കയറ്റമാണ്. അങ്ങനെ അണച്ചും കിതച്ചും ഒക്കെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, വെയിലില്ല, ചെറിയ തണുപ്പുണ്ടാവുന്നുണ്ട്. അധികം വേർക്കുന്നില്ല, അതൊരാശ്വാസം. ആടാടാ നല്ലൊരു വ്യൂ. ഒരു ചെറിയ പോയിന്റിലെത്തി. അടിപൊളി. ഓ ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ നീല കളർ അല്ലേ? ആ ശരി. രസമുണ്ട്. രാവിലെ നല്ല ക്ലൈമറ്റ്. ഈ സമയമായതുകൊണ്ട് സമ്മറിലൊക്കെ വന്ന പണി കിട്ടുമല്ലേ? മെയ് ജൂണിലൊക്കെ വന്ന പണിയായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നു. വ്യൂ ഒക്കെ ആയിരുന്നു. ഇവിടെ നിങ്ങൾക്കും വയർലെസ് മാത്രമേ കാണുള്ളൂ അല്ലേ? മൊബൈലൊക്കെ കഷ്ടമല്ലേ? ആ പുറകിൽ പോയി നിന്നപ്പോൾ ഇന്നലെ എയർടെൽ കിട്ടിയായിരുന്നു. ആ നമ്മുടെ ആ പാലം കിടന്ന് ആ ശാല മുകളിലോട്ട് കയറി നിൽക്കുന്നു. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ക്ഷീണവും കുറവുണ്ട്. അടുത്ത ഒരു സ്റ്റീപ്പ് ക്ലൈംബ് വരുന്നു. ഓ, ആനപ്പിണ്ടം കാണാം. ആനയുള്ള റോഡാണ്, ആനയുള്ള റൂട്ടാണ്. ആഹാ, വീണ്ടും ആനപ്പിണ്ടം. ഫ്രഷ് അല്ല, എന്നാൽ അത്ര ഉണങ്ങിയതല്ലെന്ന് തോന്നുന്നു. ഡെയിലിയുടെ ആന ഇറങ്ങുന്നതെന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. ഈ ഈറ്റക്കാടൊക്കെയാണ് താഴ്വാരം. അങ്ങനെ അടുത്ത ഒരു പോയിന്റിലെത്തി. നീർച്ചാലൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളി. സൂര്യഭഗവാൻ, നല്ല വ്യൂ. ആൾക്കാർ ഓൾറെഡി കുളിക്കുന്നൊക്കെ ഉണ്ട്. മുകളിലേക്കുള്ളവർ പോയി തുടങ്ങി. ഓ, ഇവിടെ നമ്മളെ കൂടെ പറത്തിക്കൊണ്ട് പോണ കാറ്റാണ്, അതുകൊണ്ട് പറയുന്നൊന്നും കേൾക്കുന്നില്ല. അടിപൊളി. ആരാ അത്? പോറ്റിയല്ലേ? പോറ്റിയേ കേറിക്കോ.
ഇതിലെയാണോ? ഇങ്ങനെയാണോ ട്രെയിൻ? ഇങ്ങനെയാന്ന് തോന്നുന്നല്ലേ? അതെ, അവിടെ ആരോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ചെള്ളയുണ്ടെന്നേ ഉള്ളൂ. ചില മുകളിൽ കൂടെ പോയി, ഇവിടെ ചില കുറവാണ്. നിങ്ങളൊന്ന് കുളിയൊക്കെ പാസ്സാക്കിയോ? വെരി ഗുഡ്. നല്ല കോട ഇറങ്ങുന്നു. മണി എന്തോ 9 കാണണം. 9 കഴിഞ്ഞാണോ അല്ലേ? ആഹാ, ക്ലിയർ ട്രെയിലുണ്ട് എന്നുള്ളത് നല്ലൊരു ആശ്വാസമാണ്. പഴയുന്ന ആൾക്കാർ കയറി വരുന്നു. ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്. മുകളിലേക്ക് ആൾക്കാർ കയറുന്നു, താഴെ നിന്ന് കയറി വരുന്നു. ആകെ നല്ല ഒരു ലൈനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശാന്തി ചൈതന്യം. ആനയൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് മുകളിൽ എന്തിനാ വരുന്നത്? ഇത്ര പുല്ലൊക്കെ താഴെ ഉണ്ടല്ലോ, ഈറ്റയൊക്കെ താഴെയല്ലോ, ഇതിൻ്റെ മുകളിൽ വരുന്നത്. ആനപ്പിണ്ടങ്ങൾ മാത്രമല്ല, താഴെ എടുത്തിട്ട് ആന നിൽപ്പുണ്ടെന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. അതുകൊണ്ട് ഒരു സൈഡ് പിടിച്ചങ്ങ് മുകളിലോട്ട് പോവുകയാണ്. ഒരു പാറയ്ക്കിടയിലൂടെയുള്ള കയറ്റം. ഹുപ്സ്. അങ്ങനെ ഒരു പാറയുടെ മുകളിലെത്തി. മേഘങ്ങളുണ്ട്, സണ്ണും ഉണ്ട്. അതുകൊണ്ട് അത്ര ക്ലാരിയല്ല, ക്ലാരിറ്റി കുറവാണ്. ഒടുവിൽ നാമെത്തി ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ ഇവിടാരുമില്ലേ. ഒടുവിൽ നാമെത്തി ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ ഇവിടാരുമില്ലേ. വനപർണശാലയില്ലല്ലോ, മനം കാത്ത മുനിയാമഗത്യനില്ലല്ലോ. ചെറിയ നനവൊക്കെ ഉണ്ട്. രാത്രി മഞ്ഞോ ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ചെറിയൊരു നനവുണ്ട്. ഓ, ആന കയറിപ്പോയിട്ടുണ്ടല്ലോ. ഫ്രഷ് ആനപ്പിണ്ടാണല്ലോ, ഫ്രഷാണല്ലോ. മേഘങ്ങൾ കീഴടങ്ങിയോ? നോക്കട്ടെ, മര്യാദയ്ക്ക് നിന്നിട്ട് നോക്കാം. കമ്പിൻ്റെ ആവശ്യമില്ലല്ലേ? എന്നാൽ പിന്നെ കമ്പ് മടക്കി വെക്കാം. മന്ത്രം മണക്കുന്ന കാറ്റിന്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോ. മന്ത്രം മണക്കുന്ന കാറ്റിന്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോ. അപ്പോൾ നമ്മൾ റോപ്പ് വെച്ചുള്ള ക്ലൈമ്പിലാണ് അടുത്തത്. പശ്ചേമ ശരദശതം ചൊല്ലി നിന്നോരു പാച്ചോറ്റി കാൺമതില്ലല്ലോ. രുദ്രാക്ഷമെന്നിയോരാനാഗബന്ധിതൻ മുദ്രാതലങ്ങളില്ലല്ലോ. റോപ്പുള്ളതുകൊണ്ട് ഒരു സപ്പോർട്ടുണ്ട്. ഇനി എത്ര ദൂരം?
ഇനി എത്ര ദൂരം? ഓ 2 അഴലിൻ നിഴൽ കുത്തുമർമ്മം ജയിച്ചോരു തഴുതാമ പോലുമില്ലല്ലോ. ദാഹം തിളച്ചാവിനാഗമാകുന്നൊരാദിക്കിൻ്റെ വക്ക് കുളയുന്നു. ചിത്തങ്ങൾ ചുട്ടുതിന്നാടുന്ന ചിതകളുടെ ചിരി പോലെ ചിതറിയ വെളിച്ചമറുന്നു. കൺമുനകൾ കൂട്ടുന്നു അന്തിക്കിളി തൂമേനി കൊത്തിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ക്ലൈംബ്. കൺമുനകൾ കൂച്ചുണ്ടു നീട്ടി അന്തിക്കിളി തൂമേനി കൊത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൗമമൗഢ്യം വാതുറന്നുള്ളിൽ വീഴുന്ന മിന്നാമിനുങ്ങിനെ നുണച്ചിരിക്കുന്നു. മലവാതത്തും കനൽ ചീളുകൾ നക്കി മല ചുറ്റിഴയും കരിന്തേളുകൾ മണ്ണിലഭയം തിരക്കുന്ന പേരിന്റെ ഉമിനീരിൽ അപമൃത്യുവിൻ പാലുത്തിയാഴ്ത്തുന്നു. ചുറ്റും ത്രിദോഷങ്ങൾ കോപിച്ചു ചെക്കുന്ന വന്ധ്യപ്രദോഷം ഇറുങ്ങലിക്കുന്നു. തന്നിവാദത്തിന്റെ മൂർച്ഛയാലി ശൈലനാടിയോ തീരത്തളമീരെ ബ്രഹ്മിയും കുപ്പക്കൊടിത്തൂവയും ഫസ്റ്റ് ലെവൽ ഡൺ. അതാണോ ടോപ്പ്? അടിപൊളി. ഞാൻ വിചാരിച്ചു ഇനി ഒരു അരമണിക്കൂറോടെ പോകേണ്ടി വരുമായിരിക്കും. നടുക്കൂടെ പോക്കോ. താങ്കൾ ഇങ്ങനെ പോകും. ഇങ്ങോട്ട് ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കി. ഇങ്ങനെ നടുക്ക് കയറത്താവട്ടെ. നമുക്ക് ഈസി ആയിട്ട് പിടിക്കാം. കാലിലടി കൂടെ വയ്ക്കും. ഇനി പിടിച്ചോ. ഈസി ആയിട്ട് പോകും. താത്ത് പിടിച്ചാൽ മതി. മുമ്പോട്ട് നമുക്ക് കുനിയാൻ പറ്റും. അപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ കയറാൻ പറ്റും. സൈഡിൽ പിടിച്ചാൽ നമ്മളങ്ങ് ആവശ്യമില്ലാണ്ട് ഇതായിപ്പോൾ ചില കുനിഞ്ഞാൽ മതി. അപ്പോൾ താഴെ പിടിക്കാം. കരളാൽ കടഞ്ഞതൊരു കൺചിമിഴുവെള്ളം. വീരാൽ പിറപ്പ് വെറുമൊറ്റ മൊഴി മന്ത്രം. കുഴപ്പമില്ല. ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അല്ല സ്റ്റീപ്പ് നേരെ ഉള്ളതുണ്ട്. വയറിന്റെ കാളലും കാലിന്റെ നോവും ഈ വ്യഥയും മറക്കാം. ആമത്തിലാത്മാവിനെ തളയ്ക്കുന്നൊരി വിഷമജ്വരത്തിന്റെ വിഷമിറക്കാം. ആമത്തിലാത്മാവിനെ തളയ്ക്കുന്നൊരി വിഷമജ്വരത്തിന്റെ വിഷമിറക്കാം. അങ്ങനെ നമ്മൾ അവസാന സ്ട്രെച്ചെത്താറായെന്ന് തോന്നുന്നു. കയറി നോക്കാം. എത്തിയോ?
അവിടെ എന്താണ്? അവിടെയാണ് അമ്പലം. ചതുപ്പാണോ? അഗസ്ത്യമുനി, അഗസ്ത്യമുനിയുടെ സ്ഥാനം. സംശയിക്കാം, തമ്മിൽ സൗഖ്യം നടിക്കാം. അഗസ്ത്യകൂടത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ജന്മശൈലത്തിന്റെ മേഘങ്ങൾക്കിടയിൽ സമയം 10:15. അവിടെ നല്ല വെയിൽ വന്നു. ഏതായാലും കോടമഞ്ഞൊന്നുമില്ല, അതുകൊണ്ട് എല്ലാം നല്ല ക്ലിയറാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എല്ലാം നല്ല ക്ലിയറായിട്ട് കാണും. അങ്ങനെ നമ്മൾ മടക്കയാത്ര ആരംഭിച്ചു. തീർന്നു അവിടെ ഇനി കയറൊന്നുമില്ല, റോപ്പെല്ലാം തീർന്നു. അല്ല, 1 സെക്കൻഡ് ഇരുന്നിട്ട് പോയാൽ മതി, ഒരു 1/2 മിനിറ്റ് ഇരുന്നിട്ട് പോയാൽ മതി. ഒന്ന് റീകോപ്പി ചെയ്യട്ടെ. കഴിഞ്ഞാ ലാസ്റ്റ് തീരാറായി. ഓക്കെ, പോരൂ. അങ്ങനെ താഴോട്ടുള്ള ഇറക്കം ഏതാണ്ട് 1/2 മണിക്കൂറായി. കയറുന്നതിനെക്കാട്ടിലും മുട്ടിന് പണിയാണ് ഇറങ്ങാൻ. അതാ അവരിങ്ങനെ 3 ദിവസത്തേക്ക് വെച്ചേക്കുന്നത്. ആൾക്കാർക്ക്, ഒരു നോർമൽ മനുഷ്യർക്ക് ഇതൊന്ന് കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് തന്നെ ഒരു നല്ല ടയർഡാവും. അതാ ഞാൻ പിന്നെ ട്രെയിൻ അങ്ങനെ നാളത്തേക്ക് രാവിലത്തേക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു എടുത്തോണ്ട്. അല്ല പിന്നെ ഇനി പാടാം, തത്കാലമൊക്കെ എടുക്കണമെങ്കിൽ 1 ദിവസം പിന്നെയും പോകല. പിന്നെ ബസ്സൊക്കെ പിടിച്ച് ഇല്ലില്ല, ബസ്സൊക്കെ പിടിച്ച് മധുരയ്ക്ക് ചാടി പിന്നെ അങ്ങനെയൊക്കെ പോകണം. ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു ബാക്ക് പോലെ, ഒരു ചിമ്പാൻസിയുടെ ബാക്ക് പോലെ ഉണ്ട്. ശരിയാ, അതെ, തല മുകളിൽ സൈഡ് ഇങ്ങനെയൊക്കെ 2 ഷോൾഡർ പോലൊക്കെ വീർത്ത് വെപ്പുണ്ട്. നൈസ് വ്യൂ. ബേസ് ക്യാമ്പിൽ ചെന്ന് ഇനി എൻട്രി ടിക്കറ്റൊക്കെ എടുത്തിട്ട് എൻട്രി ടിക്കറ്റ് തിരിച്ച് മേടിച്ചിട്ട് വേണം എക്സിറ്റിലേക്ക് പോകാൻ. അതൊരു 20 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ 1 മണിക്ക് നടക്കാൻ തുടങ്ങിയാൽ 6 മണിക്കുള്ളിൽ എക്സിറ്റ് ആവാമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. നോക്കാം. അങ്ങനെ അഗസ്ത്യരെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ബേസ് ക്യാമ്പിലെത്തി. ബേസ് ക്യാമ്പിലേക്ക് തിരിയുന്ന വളവാണ്. അവിടെ തന്നെ കറക്റ്റ് തന്നെ. അവിടെ ഒന്ന് തന്നെ കുഴപ്പമില്ല, വീണില്ല. അഗസ്ത്യമലയിലേക്ക് പോകുമ്പോൾ രാവിലെ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന സ്ഥലമാണ്. അഗസ്ത്യമുനിയെ കാണാൻ പോകുന്ന സ്ഥലം.
നമ്മൾ തിരിച്ച് അവിടെ എത്തി. മണി ഇപ്പോൾ 1 മണിയായില്ല, 12:50. പാസ് എടുത്തായിരുന്നോ? ഞാൻ ഫോട്ടോ ഓക്കെ, ഞാൻ എൻ്റെ പാസ് എടുത്തിട്ട്. പാസ് നമ്പർ അത് മറ്റേ ഇതിനകത്ത് കാണുമോ? ഫോണിന് ഇപ്പോൾ അത് കാണുമോയെന്ന് സംശയം. സേവ് ചെയ്ത് വെച്ച്. സൈമൺ സി തക്കേടം. അതെ, താങ്ക് യു. അപ്പോൾ കാണാം. വീണ്ടും ഇന്നലെ വരും. ഇനിയിപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ്. ഇനിയിപ്പോൾ ഇടയ്ക്ക് ഫ്രണ്ട്സിനെ എല്ലാവരും കൂട്ടിയിട്ട് വരാം. നാളെ ഇടി കിട്ടും. അല്ലെങ്കിൽ കൈയും കാലും പിടിച്ച ലീവ് ഒപ്പിച്ച് വന്നത്. അവർക്ക് ലീവ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ശരി, കാണാം. ഓ, മറന്നു. ഇവിടെ ഞാൻ അവിടെ വെച്ചെന്ന് പറഞ്ഞു. എല്ലാവരും ഇറങ്ങി. കുഴപ്പമില്ല, നമ്മളവിടെ പോണ വഴിക്കാണ് പ്രശ്നം. ഫോണെല്ലാം എടുത്തല്ലോ. അങ്ങനെ താഴോട്ടുള്ള മടക്കയാത്ര സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കമുണ്ട്. ഇത് കഴിഞ്ഞാണ് വീണ്ടും പുൽമേട് വരുന്നത്. ഇവിടെ ഏതായാലും നിഴലുണ്ട്, അതുകൊണ്ട് തണലുള്ളതുകൊണ്ട് വലിയ ചൂടില്ല. ബന്ദ് ഹർത്താലൊക്കെ എങ്ങനെയുണ്ട്? വണ്ടിയൊക്കെ രാവിലെ പ്രശ്നമില്ലായിരുന്നോ? ഓ, അത് ശരി. എവിടെ താമസിച്ചു? വിതുര. അവിടെ നിന്ന് വെളുപ്പിനെ പോകണല്ലേ? അറിയില്ല. ആരുടെ ലിഫ്റ്റ് വെള്ളം ചോദിക്കാൻ തന്നെ ഉള്ളൂ. നല്ല വെതറ, കുഴപ്പമില്ല. അങ്ങനെ വീണ്ടും നമ്മൾ പുൽമേടായി. ഇതാണ് സ്ലോ ആണോ? ആസ്വദിച്ചാൽ 20 മുകളിൽ ചെല്ലണം, സമയമെടുക്കും. നല്ല കയറ്റം അങ്ങോട്ട്. ഹലോ, ഇല്ലില്ല, ലൈവല്ല. വണ്ടിയില്ല, നോക്കാമെന്നുള്ള വിചാരിച്ചല്ല. ജീപ്പ്. ഓ, ഓക്കെ. ഓട്ടോ ഇവിടെ വരുമോ? ഇവിടെ വരും, നമ്മുടെ മുകളിൽ വരുമോ? ഓ, ഓക്കെ, നല്ല കാര്യം. പോവാം. ഒരു 1 hour இருக்குன்னு நினைக்கிறேன். பரவாயில்ல, ஷேர் பண்ணிக்கலாம். அதில் நான் இதில் வரைக்கும் போனால் அட்லீஸ்ட் ஒரு பெரிய இடம் தானே, அட்லீஸ்ட்டு கொஞ்சம் சாப்பாடு என்னோட அந்த லாட்ஜில் நான் ஒரு இது வச்சுருக்கேன், சின்ன பை ஒன்று, அதை எடுக்கணும். சரி, கொஞ்ச நேரம் அங்கே வெயிட் பண்ணுறதுக்கும் பரவாயில்ல, ரிசப்ஷன்லாம் உட்காரலாம். அடுத்த பிளான் அங்கேருந்து பிளான் பண்ணுவோம். கொஞ்சம் நைட் ஆச்சுன்னா சம்டைம் ஏதாவது டாக்ஸி மாதிரி அது மாதிரி போனால் ട്രിവാൻഡ്രം പോയിടலாம். അതാ എനിക്കും ഐഡിയ. ഞാനുണ്ട്, ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. ചുമ്മാ നമ്മൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ഓർക്കാൻ എളുപ്പമുള്ള പേരൊക്കെ ഉണ്ട്. ഇങ്ങനെ ട്രാവൽ ചെയ്യും മാത്രമല്ല ആക്റ്റീവ് അല്ല. സൈമൺ സി തക്കേടം സെർച്ച് ചെയ്താലും വരും, മറ്റേ സി തക്കേടം. പക്ഷേ അത് വേണ്ട, സൈമൺ ദിസ അത് ബോധത്തിരിക്കാൻ പാടല്ലേ. ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി നമുക്കേതായാലും എല്ലാ സ്റ്റോപ്പിലും നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ലിമിറ്റഡായിട്ട് സാധാരണമായിട്ട് പോകുന്നത്, സ്പീഡൊന്നുമില്ല. നല്ല കയറ്റങ്ങളുണ്ടല്ലോ വീണ്ടും. ഇന്നലെ രാവിലെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി അങ്ങ് പോയ ശ്രദ്ധിച്ചാണ്. ഇത്ര ഒരു കയറ്റമുണ്ട്. അടുത്ത വിജയകരമായിട്ട് തന്നെ അഗസ്ത്യനെ കണ്ട് തിരിച്ചെത്തി. ബോണക്കാട് ഫോറസ്റ്റ് പിക് പോയിൻറ്റിലെ ടോയ്ലറ്റ് കണ്ടു. ടോയ്ലറ്റാണ് നമ്മുടെ അടയാളം. ടോയ്ലറ്റ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോണക്കാട്
ട്രക്കിൻ്റെ സ്റ്റാർട്ട് പോയിൻ്റ് വരും. അങ്ങനെ വിജയകരമായി രാവിലെ ഇന്ന് 7:30 ആരംഭിച്ച ട്രക്കിങ് വന്നു, തിരിച്ചെത്തി. മണി ഇപ്പോൾ 6:15. മുകളിലോട്ട് പോകാം. ഒരു ഓട്ടോറിക്ഷ കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ കേരള ഹർത്താലോ ബന്ധമൊക്കെയാണ്, അതുകൊണ്ട് ഇതുവരെ വരെ എങ്ങനെയും പോയി കിട്ടും. വല്ല ഷെയർ ഓട്ടോയോ പൂൾ ചെയ്തിട്ട് വല്ല ഓട്ടോ പിടിച്ച് പോകാന്നുള്ള ഐഡിയയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ 2 ദിവസത്തെ ട്രക്കിംഗ് വിജയകരമായി സമാപിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ എൻജോയ് ചെയ്തൊരു ട്രക്കായിരുന്നു. കാര്യം നല്ല ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. 4-5 വർഷം കൂടിയാണ് മേജർ ട്രക്കിങ്ങിന് പോകുന്നത്. നമ്മൾ കൂടുതലും ഇപ്പം റൈഡുകളും അല്ലാതെ കാർ ട്രാവലും ഒക്കെ ആയതുകൊണ്ട് ഒരു പ്രോപ്പർ ട്രക്കിംഗ് ചെയ്തിട്ട് 4-5 വർഷമായി. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ട്, അതുകൊണ്ട് കാലിനും ഷോൾഡറിനും ഒക്കെ 2ാമത്തെ ദിവസം പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, 2 ദിവസം കൊണ്ട് അതൊക്കെ മാറിക്കോളും. അപ്പോൾ ഇതുപോലെ വലിയ ആർപ്പും ഒന്നും ഇല്ലാതെ സാധാരണ രീതിയിലുള്ള ട്രാവൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ അഗസ്ത്യാർകൂടം ട്രക്ക് എൻജോയ് ചെയ്യാൻ ഓൺലൈനിൽ കൂടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.